ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്യാബേജ് തോരനാണ്. ഈ ക്യാബേജ് തോരന് എന്തൊക്കെ ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യമായി ക്യാബേജ് ഒരു 1/4 കിലോ ക്യാബേജ്, ഒരു 4 പച്ചമുളക്, ഒരു തണ്ട് വേപ്പില, പകുതി സവാള, ഒരു 1/4 മുറി തേങ്ങ ചിരകിയെടുത്തത്, 1/2 സ്പൂൺ ജീരകം, 1 സ്പൂൺ ഉഴുന്ന്, 1 സ്പൂൺ കടുക്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, സ്റ്റൗ ഓണാക്കുക. ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുക്, അതിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് ചുമക്കുമ്പോൾ അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും വേപ്പിലയും ഇടുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ യാതൊരു വിധത്തിലുള്ള പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. തീ വളരെ കുറച്ചിട്ടാൽ മതി. ഇനി നമുക്ക് ഈ തേങ്ങ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജീരകവും ചേർക്കുക. ജീരകം പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ, ശരിക്കും അരയാൻ പാടില്ല. അപ്പോൾ ജീരകം നമ്മൾ പൊടിച്ചിട്ടില്ലെങ്കിൽ അത് അരയില്ല. സോ അതുകൊണ്ട് ജീരകം ചതച്ച് ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് വെന്തിരിക്കുകയാണ്. നമുക്കിനി തേങ്ങയിലേക്ക് ചേർക്കാം. നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അധികം എരിവില്ലാത്തതുകൊണ്ട് പിള്ളേർക്കൊക്കെ കഴിക്കാം. വളരെ എളുപ്പമാണ്. എല്ലാവരും ഇത്തരത്തിലൊരു ക്യാബേജ് തോരൻ ട്രൈ ചെയ്ത് നോക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.